നീരുവീഴ്ച എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിയാത്ത ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആഹാരസാധനം നമ്മുടെ കുടലുകൾക്ക്, അത് നിരന്തരമായി കഴിയുമ്പോൾ ഇൻഫ്ലമേഷനാണ് പൈൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുന്നത്. ഇൻഫ്ലമേഷനാണ് അത്. വിനാശരോഗം എന്നാണ് ആയുർവേദ ആദ്യം തുടങ്ങി പറഞ്ഞത്. ഈ ആഹാരവും രോഗവും തമ്മിലുള്ള ബന്ധം മനസ്സിലാവാഞ്ഞത് കൊണ്ടാണ് ഇത് വിനാശരോഗമാണ് എന്ന് പറഞ്ഞു പോയത്. ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി ഫുഡുണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡുണ്ട്. ഇൻഫ്ലമേറ്ററി ഫുഡും ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡും ഉണ്ട്. നമ്മൾ പ്രകൃതിയിൽ പറയുന്നത് യൗവനം നഷ്ടപ്പെടാതെ ജീവിക്കാൻ വേണ്ടത് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്, ഒറ്റവാക്കി പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കഴിക്കുന്ന പാല്, പലർക്കും ഗോതമ്പ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾക്കും, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ബഹുഭൂരിഭാഗം ആളുകൾക്കും പാല്, തൈര് ഇതെല്ലാം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ അറിയില്ല, കാരണം കുടലിൽ ചെന്ന് കുടലിനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്കിടുന്ന ഒരു കെമിക്കൽ ഡ്രഗ് നിങ്ങളുടെ ആമാശയത്തിന്റെ ഭിത്തികളെ മരവിപ്പിക്കും, ദ്രവിപ്പിക്കും. നിങ്ങളൊരു പാരാസിറ്റമോൾ പൊടിച്ച് നിങ്ങളുടെ കവിളത്ത് തേച്ചാൽ അതെങ്ങനെ പൊള്ളിക്കുന്നോ അതുപോലുള്ള ഒരു പൊള്ളല് നിങ്ങളുടെ വയറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ മൂക്കസ് മെംബ്രെയിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് തന്നെ ഈ തകരാറ് നിങ്ങൾ അറിയാത്തത്. ആ മൂക്കസ് മെംബ്രെയിൻ ഇങ്ങനെ ശരീരം മാറ്റിക്കൊണ്ടേയിരിക്കും. മരുന്നുകൾ നിങ്ങൾ 3 നേരം 4 നേരം 10-72 മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളാണ് വരണത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ചെറുപ്പക്കാരോട് ഡോക്ടർമാര് കുറെ മരുന്ന് കഴിച്ചോളാൻ പറയും. കാരണം ആരോഗ്യമുള്ളത് കൊണ്ട് മരുന്നിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. പ്രായം ചെന്നവർ ആകെ ദുർബലരാണ്. മരുന്ന് അധികം കഴിക്കരുത്, വളരെ കുറച്ച് മരുന്നേ കൊടുക്കുള്ളൂ. എന്താ ചിരിക്കണേ? നേരെ മറിച്ചാണല്ലേ. അതിന്റെ ലോജിക്ക് എന്താ? നിങ്ങൾ ഇനി കാണുന്ന ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടറെ, ചെറുപ്പക്കാരോട് മരുന്നുകൾക്ക് ദോഷഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ധാരാളം ഉണ്ട്, അതുകൊണ്ട് വളരെ കുറച്ചേ കഴിക്കാവൂ. പക്ഷെ എൻ്റെ അപ്പൂപ്പനെയും കൊണ്ട് വന്നപ്പോൾ 92 വയസ്സുള്ള അപ്പൂപ്പന് ഡോക്ടർ ഒരു 50,000 രൂപയുടെ മരുന്നാണല്ലോ 5-8 കുത്തും കൂടി കൊടുത്തല്ലോ. അപ്പോ അപ്പൂപ്പന്മാർക്കാണോ രോഗപ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടാകുക ചെറുപ്പക്കാരേക്കാൾ? അപ്പൂപ്പനെ എന്ത് ചെയ്താലും തട്ടിപ്പോയാലും ആർക്കും പരാതിയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ ഇരിക്കുന്നതിൽ വിൽക്കാവുന്ന അത്രയും മരുന്നുകൾ അങ്ങോട്ട് വിൽക്കലാണ്. 100-101 ആയപ്പോ VS കിടപ്പിലായി. 102 ആയപ്പോ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനൊരു അറ്റാക്ക് വന്നു. ആ കിടക്കുന്ന 1 വർഷവും ചികിത്സിച്ച് എണീപ്പിക്കാൻ പറ്റാതിരുന്ന ആളുകള് അറ്റാക്കും സ്ട്രോക്കും കൂടി വന്നു കഴിഞ്ഞപ്പോ ചികിത്സയുടെ ഒരു മാമാങ്കം, ആശുപത്രി കിടത്തി 24 മണിക്കൂറും ഡയാലിസിസ് ചെയ്യുന്നു. എന്തൊരു ചികിത്സ! മെഡിക്കൽ ബോർഡ് കൂടുന്നു, മെഡിക്കൽ ബുള്ളറ്റ് തറയ്ക്കുന്നു. എന്താ ഇതിന്റെ ലോജിക്ക്? എന്താ ഇതിന്റെ ധാർമ്മികത? പരമാവധി ചികിത്സ വിൽക്കുകയാണ് അവര്. ഇപ്പോ മനുഷ്യ ശരീരത്തിലേക്ക് കെമിക്കൽ ഇടാൻ പാടില്ല. മനുഷ്യ ശരീരത്തിനെ റിപ്പയർ നടത്തി തരുന്നത് കെമിക്കൽ അല്ല. എൻ്റെ ആയുസ് 100 കൊല്ലം ഒന്ന് വെക്കുക, 100 കൊല്ലം ഞാൻ ജീവിച്ചു എന്ന് വെക്കുക. 100 കൊല്ലം ഒന്നും എനിക്ക് ജീവിക്കണ്ട കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കട്ടെ. 100 കൊല്ലം ജീവിച്ചാൽ നിങ്ങൾ എത്ര ദിവസം ജീവിക്കും? 100 വയസ്സുവരെ ജീവിച്ചാൽ 36,500 ദിവസം ഉള്ളോ? ഇനിയിപ്പോൾ ആരാ 100 വയസ്സ് വരെ ജീവിക്കാൻ പോകുന്നത്? 60 കഴിഞ്ഞാൽ കുഴഞ്ഞു വീണ്, ഇപ്പം 40 കഴിഞ്ഞാൽ കുഴഞ്ഞു വീണ് മനുഷ്യർ, ചെറുപ്പക്കാർ മരിക്കുക കോവിഡിന്റെ കുത്ത് കഴിഞ്ഞതിന് ശേഷം. പോട്ടെ, നിങ്ങളൊരു 75 ശരാശരി ജീവിച്ചു, അപ്പൊ 25 കൊല്ലം അങ്ങ് മാറ്റിയേ. പിന്നെ ആദ്യത്തെ 25 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലേ, ജീവിതം വല്ലതും ഉണ്ടോ? അതും വാസ്തവത്തിൽ മാറ്റേണ്ടതാണ്. പോട്ടെ, ബാക്കി 75 ആ വയസ്സിൽ പകുതി ഉറങ്ങിക്കളയില്ലേ? അതും കൂടി ഒന്ന് കുറച്ച്. പിന്നെ എന്താണ്, പരദൂഷണം പറയാൻ, അവളുടെ പൊള്ളക്കിട്ട് കുത്താൻ, കുളിക്കാൻ, പല്ല് തേക്കാൻ, വേറെ ഒന്നിനും പറ്റാത്ത സമയങ്ങൾ അതും കൂടെ കുറച്ചാൽ ഒരു മനുഷ്യൻ എന്നുള്ള അന്തസ്സിൽ ജീവിക്കാൻ എത്ര മണിക്കൂറുകൾ നമുക്ക് ഈ ഭൂമിയിലുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്.
അവിടെയാണ് ഈ അഹങ്കാരം മുഴുവൻ. ഞാൻ അങ്ങനെയാണ്, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അവളോടൊന്നും ക്ഷമിക്കാൻ പറ്റുകയല്ല, അവന്റെ പൊള്ളക്കിട്ട് കുത്തണം, അവനെ പിടിച്ച് ജയിലിടണം, എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? എന്താ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുക. ആകെ ഒരു 9,000 ദിവസം 9,000 ദിവസം പോലും നമുക്ക് സത്കർമ്മങ്ങൾ ചെയ്യാൻ, ഞാനും ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു എന്നൊരു സ്റ്റാമ്പിങ് നടത്താൻ കിട്ടുന്നില്ല. പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇങ്ങനെ കുടിക്കരുത് എന്ന് പറയുന്നത് ആ ഭക്ഷണ സാധനങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് ഇതിനോട് ജന്മവൈരാഗ്യം ഉള്ളത് കൊണ്ടൊന്നുമല്ല. എന്താണ്, ഇറച്ചിയോടും മീനോടും നമുക്ക് ഹിംസ വേണ്ട എന്നുള്ളതുണ്ടെന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ആ സാധനങ്ങൾ ദഹിച്ച് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന കോശങ്ങൾ ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റിയുള്ള കോശങ്ങൾ ആവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ക്യാൻസറിനൊക്കെ എവിടെയാണ് സ്പർശിക്കേണ്ടത്? എവിടെയാണ് കറക്ഷൻ വേണ്ടത്? എവിടെയാണ് തിരുത്തൽ വേണ്ടത്? എവിടെയാണ്? ആ മുഴയെ കിടന്ന് അതെങ്ങനെ എവിടെ കൊണ്ടുപോയിട്ട് മുറിക്കണം, അവിടെ എത്ര റേഡിയേഷൻ ചെയ്യണം, എത്ര കീമോ ചെയ്യണം എന്നുള്ളതാണോ ചികിത്സയാവേണ്ടത്? ആ മുഴ ഉണ്ടാകാനായിട്ട് മരിക്കാൻ സെൽ സിഗ്നലിംഗ് സെന്ററിൽ സിഗ്നലിംഗ് പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീനുകൾ എത്തേണ്ടടുത്ത് എത്തുന്നില്ല, മെസ്സേജ് പാസ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള മെറ്റബോളിക് കറക്ഷനാണോ വേണ്ടത്? ക്യാൻസറിന്റെ പുറത്ത് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഗുസ്തി പ്രയോഗങ്ങളാണോ വേണ്ടതെന്ന് ആലോചിച്ചോളുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും മരിക്കുന്ന കോശങ്ങൾ, പുതുതായി വരുന്ന കോശങ്ങൾ. ആ പുതുതായി വരുന്ന കോശങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, സ്കൂളിൽ ചേർക്കണം, പഠിപ്പിച്ചു കൊടുക്കണ്ട, ഏത് രീതി പെരുമാറണം, എനിക്കെന്താണ് ഈ ജീവിതത്തിൽ വേണ്ടത്, എൻ്റെ കോശങ്ങൾ ഏത് തരത്തിൽ പ്രവർത്തിക്കണം, ഏത് തരത്തിൽ മെന്റൽ വേവ് ലെങ്ത് കൊടുക്കണം. കോശങ്ങൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആരോഗ്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സ്വയം പാലിക്കണം, സ്വയം രോഗങ്ങളെ മാറ്റിയെടുക്കണം, രോഗമില്ലാതെ ജീവിക്കണം, നവയൗവനം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോശങ്ങൾ ഏറ്റവും നല്ല ബാറ്ററികളായിരിക്കണം, ഏറ്റവും കൂടുതൽ ശരിയായ ഇലക്ട്രിസിറ്റി അത് ഉണ്ടാക്കണം.